മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗം ഇന്ന് ചെന്നൈയിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ അടക്കം 7 സംസ്ഥാനങ്ങളിലെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് ലീഗ് നേതാക്കളും പങ്കെടുക്കും. അതേസമയം DMK നാടകം കളിക്കുന്നുവെന്ന് ആരോപിച്ച് വീടുകൾക്ക് മുന്നിൽ BJP കരിങ്കൊടി പ്രതിഷേധവും നടത്തും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനായുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചെന്നൈയിൽ ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 7 സംസ്ഥാനങ്ങളിലെ നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന്റെ തുടക്കം, അതോടൊപ്പം തന്നെ പ്രധാന അജണ്ടകളെല്ലാം തന്നെ വ്യക്തമാക്കാം. തീർച്ചയായും ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ഒന്നിച്ച് നിന്ന് ചെറുക്കാനിത ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ ഒരുങ്ങുകയാണ്. ആ പോരാട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ചെന്നൈയിൽ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി എന്ന ആ പേരിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. M.K. സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനാണ് കേന്ദ്രത്തിനെതിരായ ഈ പോരാട്ടത്തിൽ ഇതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിന് പിന്തുണയുമായി കേരളമുണ്ട്, അതുപോലെ തന്നെ തെലങ്കാനയുണ്ട്, പഞ്ചാബുണ്ട്. അങ്ങനെ 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ ഇന്ന് ഈ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 3 മുഖ്യമന്ത്രിമാർ, M.K. സ്റ്റാലിന് പുറമെ 3 മുഖ്യമന്ത്രിമാർ കൂടി ഈ യോഗത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. പ്രധാനമായും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ എന്നിവരാണ് ഈ യോഗത്തിനെത്തുന്ന മുഖ്യമന്ത്രിമാർ. അതിന് പുറമെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മാത്രമല്ല ഒഡീഷ ഭരിക്കുന്ന BJD അടക്കമുള്ള പ്രതിനിധികളും യോഗത്തിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ തന്നെ ഈ യോഗത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നിച്ച് നിന്ന് കേന്ദ്ര നീക്കത്തെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യോഗത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനസംഖ്യാ നിയന്ത്രണമൊക്കെ കൃത്യമായി കാര്യക്ഷമമായി നടപ്പാക്കിയതിൻ്റെ പേരിൽ തമിഴ്നാട് അടക്കമുള്ള, അല്ലെങ്കിൽ ആ ജനസംഖ്യാ നിയന്ത്രണം നന്നായി നടത്തി കൊണ്ടുവന്ന സംസ്ഥാനങ്ങളെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്ന നിലപാട് അത് ശരിയല്ല എന്നുള്ളതാണ് തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മണ്ഡല പുനർനിർണയത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ അത് ഇന്ത്യൻ ഫെഡറലിസത്തെ തകർക്കുന്ന ഒരു നിലയിലേക്ക് മാറും എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഇത്തരം പുനർനിർണയവുമായി മുന്നോട്ട് പോകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ് ഈ കേരളമടക്കം തമിഴ്നാടടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഈ ക്രൂശിക്കുന്ന ഒരു നിലപാടുണ്ടാകരുത്, മറിച്ച് അഭിപ്രായ സമന്വയത്തിലൂടെ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ഏതായാലും അതിനെതിരെ ഇത്തരം ഒരു നീക്കവുമായി കേന്ദ്രം മുന്നോട്ട് പോയാൽ അതിനെ ശക്തമായി ചെറുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടക, തെലങ്കാന, തമിഴ്നാട്, കേരളം അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ് മാത്രം അവിടുന്ന് BRSന്റെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്ര ഒഴികെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ, കാരണം ജനസംഖ്യാ നിയന്ത്രണം അടക്കം കൃത്യമായി തന്നെ നടപ്പാക്കി. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അത്തരത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡല പുനർനിർണയം വന്നാൽ അത് മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഒക്കെ സംഭവിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഉത്തരേന്ത്യയിൽ ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവരിൽ നിന്ന് ഏറെ പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഫെഡറലിസത്തിന് തന്നെ ദോഷമാണെന്നുള്ളതാണ് ഈ നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത്. ഏതായാലും അതിനെതിരെ ഉറച്ച പോരാട്ടവുമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഒപ്പം പഞ്ചാബും ഇതിന് പൂർണ്ണ പിന്തുണയുമായി ഉണ്ട്. ഭഗവത് സിംഗ് മാൻ, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഈ യോഗത്തിനെത്തുന്നുണ്ട്. അതിന് കൂടാതെ ഈ മുഖ്യമന്ത്രിമാർക്ക് പുറമെ കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ. അതുപോലെ തന്നെ DMK വിളിച്ച യോഗത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ പാർട്ടികളുടെ നേതാക്കൾ കൂടി യോഗത്തിൽ എത്തുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. രാവിലെ 10 മണിക്ക് ചെന്നൈയിലാണ് യോഗം ചേരുന്നത്. ഏതായാലും ഇതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ ഈ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനവും
നടക്കുകയും ചെയ്യും. അത്തരത്തിൽ ഇനി യോഗത്തിൽ എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഇന്നലെ MK സ്റ്റാലിൻ ഈ പരിപാടിയുടെ ഒരു വീഡിയോ മായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഫെഡറലിസത്തിൽ, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഏടായി മാറും ഈ യോഗം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ ഏതായാലും ഇന്ന് ആ സംയുക്ത യോഗത്തിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനവും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആ ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള പ്രതിരോധം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കേന്ദ്ര നീക്കത്തെ ചെറുക്കുക ഈ സംസ്ഥാനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഈ യോഗത്തിന് ശേഷം നേതാക്കൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ആന്റണി, അതോടൊപ്പം തന്നെ ഈ DMKയുടെ പ്രതിനിധികൾ നേരിട്ടെത്തിയാണ് കേരളത്തിൽ അടക്കം തന്നെ വലിയ രീതിയിൽ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ നിരവധി 7 സംസ്ഥാനങ്ങളാണ് ഇതോടൊപ്പം തന്നെ പങ്കെടുക്കുന്നത്. DMKയുടെ ഈ ഒരു നാടകം കളിക്കുന്നു എന്ന് ആരോപിച്ച് ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ വീടുകൾക്ക് മുന്നിൽ ഒരു കരിങ്കോടി പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അല്ലേ? തീർച്ചയായും DMK ഈ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ, തമിഴ്നാട് സർക്കാർ ഇത്തരവും ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരികയാണ് BJPയും. BJP പറയുന്നത് ഇത്തരത്തിൽ ഈ DMK ഒരു നാടകം കളിക്കുകയാണ്, ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് DMK നടത്തുന്നത് എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരു നാടകം കളിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കുകയാണ് DMK ചെയ്യുന്നത്. ഇത് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു നീക്കത്തെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമായി ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ BJP കോപ്പ് കൂട്ടിയിരിക്കുന്നത്. ഇന്ന് കരിങ്കൊടി പ്രതിഷേധമാണ് BJP തമിഴ്നാട്ടിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BJP പ്രവർത്തകരുടെ വീടുകൾക്ക് മുന്നിൽ കരിങ്കൊടി വെച്ചുള്ള ഒരു പ്രതിഷേധം ഇന്ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ BJP ഈ യോഗം വിളിച്ച ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു തമിഴ്നാട് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ അടക്കം. ഏതായാലും അവരിന്ന് അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വീടുകൾക്ക് മുന്നിൽ കരിങ്കൊടി ഉയർത്തിയുള്ള ഒരു പ്രതിഷേധം കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരി ആന്റണി.